ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കണ്ടെത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത്. പീഠങ്ങൾ കാണാതായെന്ന ആരോപണം ഉന്നയിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. ശബരിമലയിൽ സമർപ്പിച്ച സ്വർണ്ണപീഠം കാണാനില്ലെന്ന ആരോപണവുമായി ആദ്യം രംഗത്തെത്തിയത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നു. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ആറന്മുളയിലെ ഉൾപ്പെടെ ദേവസ്വം സ്റ്റോർ റൂമുകളിൽ അടിമുടി പരിശോധന. ഇതിനിടയിലാണ് വിജിലൻസ് സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരനെ ചോദ്യം ചെയ്തത്. ഈ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സഹോദരിയുടെ വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിൽ നിന്നും സ്വർണ്ണപീഠം കണ്ടെത്തിയത്. 2021 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരൻ വാസുദേവന്റെ വീട്ടിലാണ് സ്വർണ്ണപീഠം സൂക്ഷിച്ചിരുന്നത്. വിവാദമായതോടെ വാസുദേവൻ സ്വർണ്ണപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരികെ ഏൽപ്പിച്ചു. ഇക്കഴിഞ്ഞ 13-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപീഠം സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയതെന്നും വിജിലൻസ് കണ്ടെത്തി. കോടതിയിലുള്ള കാര്യമായതിനാൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട്. ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് കൃത്യമായി കോടതിയിൽ സമർപ്പിക്കും. കോടതി വന്നിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിൽ കൂടുതലൊന്നും പറയാൻ എനിക്ക് നിർവാഹമില്ല. സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണം ഉണ്ടാകും. സ്വർണ്ണപീഠം കണ്ടെത്തിയെന്ന് കാണിച്ച് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.